എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിഷു ആയിട്ട് നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല കേട്ടോ. നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടേതായിട്ട് ആവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടേതായ മെസ്സേജുകൾ ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വെറുതെ വിടാം കേട്ടോ. പക്ഷെ കുറേ പേര് കാണുമ്പോൾ അപ്പം എല്ലാവർക്കും ഒരേപോലെ ആവില്ല. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ ഇതിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്യാം. സ്ക്രീനിൽ ഒരു നമ്പർ കാണാം, അതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. അപ്പം അതിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും തന്നാൽ നോക്കാം, അല്ലെങ്കിലും നോക്കാം. അത് തന്നോ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ പൈൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. 2 എണ്ണം വെച്ചിട്ടുണ്ട്, ഒന്ന് ബ്ലൂ ഒന്ന് ഗ്രീനും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഇത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കാം കേട്ടോ. റീഡിങ് എടുക്കാം. ഇന്ന കാരണം എന്നല്ല, ഏത് വേണമെങ്കിലും നോക്കാം. നിങ്ങൾക്ക് ജോലിയോ വിവാഹമോ എന്ത് വേണമെങ്കിലും, എന്ത് കാര്യത്തിനും നമുക്ക് റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിന് യൂഷ്വലായിട്ട് എന്താണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസുകൾ? യൂണിവേഴ്സിന് മെസ്സേജസുകൾ എന്തൊക്കെയാണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസുകൾ എന്തൊക്കെയാണ്? യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസുകൾ എന്തൊക്കെയാണ്? മെസ്സേജസുകൾ എന്തൊക്കെയാണ്? മെസ്സേജസ് എന്തൊക്കെയാണ്? മെസ്സേജസുകൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേതാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് നോക്കുക. ഇത് ഒന്നാമത്തെ ഫയല്, ഇത് സെക്കൻഡ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ്, ഇത് സെക്കൻഡ് കേട്ടോ. അപ്പം നമുക്ക് പച്ച സെലക്ട് ചെയ്തവരുടെ നമുക്ക് പറയാം. പച്ച സെലക്ട് ചെയ്തവരോട് പറയാം നമുക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത് സെലക്ട് ചെയ്തവർക്ക് വളരെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നതാ പറയുന്നത്. എന്തെങ്കിലും വിവാഹത്തിന്റെ ആഘോഷമോ അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളൊരു ആഘോഷമോ എന്തെങ്കിലും ആഘോഷങ്ങൾ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക. വളരെ സന്തോഷമാണ് ഇനി പറയുന്നത്. നല്ല ജീവിതശൈലി ഉണ്ടാവുക, അല്ലെങ്കിൽ പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയിട്ട് വീണ്ടും നല്ല സന്തോഷം വരിക, റീയൂണിയൻ. ഇപ്പം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇപ്പം മിണ്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും അവര് ആ പഴയ കൂട്ട് നിങ്ങൾക്ക് വീണ്ടും കിട്ടുക. അങ്ങനെ വളരെ സന്തോഷം ഉണ്ടാവും എന്നാണ് പറയണത്. പ്രിയപ്പെട്ട ഒരാളുമായിട്ട് പുനഃസമാഗമം, സന്തോഷകരമായ പുനഃസമാഗമം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ആ പഴയ ആള് നിങ്ങളിലേക്ക് തിരിച്ചു വരും, അതാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഫണ്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ നിങ്ങൾ കുറെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പൊ നിങ്ങൾക്ക് നല്ലത് വരും എന്നാണ് പറയണത്.
എന്ത് എല്ലാ ദുഃഖങ്ങളൊക്കെ നിങ്ങൾക്ക് തീരാറായിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല നല്ല പുതിയ പുതിയ ബന്ധങ്ങൾ വരാം. നല്ല പ്രണയത്തിന്റെ വിജയം വരാം. എല്ലാ കാര്യത്തിലും സന്തോഷം, നല്ല ആരോഗ്യം ഉണ്ടാവുക, പുതിയൊരു യാത്രയ്ക്ക് തുടക്കം, പുതിയ ഏതെങ്കിലും ബന്ധങ്ങള്, പുതിയ പ്രണയ ബന്ധങ്ങൾ വരാം. നല്ല ബന്ധങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നല്ല ദൃഢമായ പവിത്രമായ സ്നേഹബന്ധമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ബിസിനസ്സിലായാലും നല്ല പുരോഗതിയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. അല്ല പിന്നെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതില് വളരെയധികം സന്തോഷമാണെന്ന് പറയണത്. സ്നേഹം കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ അത്രയധികം നിങ്ങളുടെ റിലേഷനിൽ വളരെയധികം സ്നേഹം ഉണ്ടാവും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ നിങ്ങൾ ഫോണിലൂടെ കത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് നല്ല സന്ദേശങ്ങൾ കിട്ടാം. നല്ല 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 വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഇടവരും എന്നാണ് പറയണത് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് കത്തിലൂടെ ഫോണിലൂടെ നല്ല മെസ്സേജ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ നല്ല നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇനി നല്ല മാറ്റാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണത്, നല്ല വളർച്ച. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. ഇപ്പൊ ചിലർ കുട്ടികൾ ഉണ്ടാവാതിരുന്നിട്ട് അതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അതൊക്കെ കാത്തിരുന്നിട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് സാധ്യമാവാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതിന് നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇരിക്കുക, അതെല്ലാം നടക്കും എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താ പറയണത് അത് നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അത് നടക്കും കേട്ടോ. സോ നിങ്ങളുടെ മനസ്സ് എന്താണെന്ന് തോന്നണം, അത് നോക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവാം. നിങ്ങൾക്കത് വളരെ സാധ്യമാവുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഴിവിനൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ശക്തിയും കഴിവൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വളരെ വിശ്വാസമാണ് നിങ്ങൾക്ക്. നിങ്ങൾ എന്തിനു വേണ്ടി എഫർട്ട് എടുത്താലും നിങ്ങൾക്കതിന് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയാലേ നിങ്ങൾക്കതിന് വിജയം ഉണ്ടാവും. നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് പറയണത് കേട്ടോ. എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ നിങ്ങൾ നല്ല ഉറച്ച മനസ്സും ശക്തനുമായ ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇത്തിരി പൈസയൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. പൈസയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ കയ്യിലുണ്ട്. നല്ല സ്വത്തിനൊക്കെ ഒരുപാട് സ്വത്തിനൊക്കെ ഉടമയായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു റിച്ച് ഫാമിലിയിലുള്ള ആളാ അല്ലെങ്കിൽ ഒരുപാട് പൈസയുള്ള ആൾക്കാരൊക്കെ ആവും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കഴിവുകളും ഉണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്മാൻ അല്ലെങ്കിൽ നല്ല പൈസയുള്ള ആൾക്കാരാണ് നിങ്ങളെ. എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവും എല്ലാം ഉണ്ട്. ഒരു കാര്യം എന്തെങ്കിലും ലക്ഷ്യത്തിൽ വെച്ച് നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് സമൃദ്ധിയും ഭാഗ്യവും എല്ലാം വന്നു ചേരാൻ പോവാണെന്നാണ് പറയുന്നത്. എല്ലാ ഐശ്വര്യം വന്നു ചേരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ദീർഘവീക്ഷണമുള്ള വ്യക്തികളാണെന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾക്കിപ്പോ ഒരു റിലേഷൻഷിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. തേർഡ് പാർട്ടി പലവിധ ആയിരിക്കാം. അപ്പൊ അതില് ഒരു തേർഡ് പാർട്ടിയിൽ അത് കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും അങ്ങനെ വിചാരിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. തേർഡ് പാർട്ടി പല രീതിയിലും വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഒരു വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് അവർക്ക് വിവാഹം നടക്കാനുള്ള ഒരു സമയമാണ് പറയുന്നത്. ഇന്നിപ്പോ വിഷു അല്ല, വിഷു പ്രമാണിച്ചുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വിവാഹം നടക്കാനായിട്ടൊക്കെ ഒരു സമയം, റൊമാൻസും ഡീപ്പ് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവുക. പിന്നെന്താ നിങ്ങളുടെ ആശയങ്ങളും അവസരങ്ങളൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറിയിട്ട് നിങ്ങൾക്ക് എന്തായാലും എല്ലാത്തിലും നിങ്ങൾ നല്ല പുരോഗതിയാണ് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങളൊക്കെ നല്ല ഉയർന്ന ചിന്താഗതിക്കാരാണെന്നാണ് പറയണത്. പിന്നെ നിങ്ങൾ എന്താണ് ഹൈ പ്രിൻസസ്. ഓക്കെ, നിങ്ങൾ എന്താ ട്രഡീഷണൽ ആയിട്ടുള്ള ആചാരങ്ങളൊക്കെ പിന്തുടരുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ കഴിവുകളും നിങ്ങൾക്കുണ്ട്.
നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ ഉപദേശിക്കാനൊക്കെ ഉള്ളൊരു നിങ്ങൾക്ക് കഴിവുണ്ട്. ബാങ്കിൽ പൈസ ആയാലും നിങ്ങൾക്ക് നല്ല പൈസയുണ്ട്. നിങ്ങൾക്ക് ബാങ്കിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്ന അത്രയും നിങ്ങൾക്ക് പൈസ ഉണ്ട്. ഇനി നല്ല സമയമാണ് വരാൻ പോകുന്നത്. ഗുഡ് ടൈമാണ് ഇനി വരാൻ പോകുന്നത്. ഫിനാൻഷ്യലായിട്ട് നല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയാണ് വരാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ഏതൊരു കാര്യമൊക്കെ നല്ല ആലോചിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറയുന്നത്. എല്ലാത്തിന്റെ കീ നിങ്ങളുടെ കയ്യിലിരുന്ന് പറഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ധാരാളം അറിവും ബുദ്ധിയും അങ്ങനെയൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങളത്. എല്ലാ കഴിവുകളും നിങ്ങൾക്കുണ്ടെന്നാ പറയണത്. മറ്റുള്ളവരെയൊക്കെ ഭരിക്കാനോ മറ്റുള്ളവരെ ഉപദേശിക്കാനോ എല്ലാത്തിനും നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങളിലേക്ക് എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഉയർച്ച വരുന്നു. ഇനി എല്ലാ കാര്യത്തിനും നമുക്ക് വളരെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഒന്നുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. പിന്നെ നിങ്ങളെ പെട്ടെന്ന് കാണുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ തോന്നും ഇത്തിരി എന്താ പറയാ ഗൗരവമൊക്കെ ഉണ്ടെന്നൊക്കെ തോന്നും. അത് ഒന്നും കാര്യാക്കണ്ട. അപ്പൊ ഇത് എന്തോ നിങ്ങൾ അതിൽ പറയാം. ഓക്കെ, എന്താണ് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ആരംഭിക്കാനായിട്ട് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ആരംഭിക്കാൻ പോകണമെന്നാണ് പറയണത്. നിങ്ങളുടെ മനസ്സിനൊക്കെ നല്ല ധൈര്യം മനസ്സിന് ധൈര്യം ഉണ്ടാവുന്ന മനോവീര്യമൊക്കെ വർദ്ധിപ്പിക്കുന്ന പറയണത്. നിങ്ങൾ എന്തിനു വേണ്ടിയൊക്കെയാണോ നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയൊക്കെയാണോ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെല്ലാം ഇനി നിങ്ങൾക്ക് അധ്വാനത്തിന്റെ ഫലം ലഭിക്കാൻ പോകണമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസയൊക്കെ കിട്ടും കേട്ടോ. ഇനി വല്ല കടം കൊടുത്തിട്ടുള്ള പൈസകളോ അല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പൈസയോ ഇനി അങ്ങനെ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് ഇപ്പം എത്തിച്ചേരാനുള്ളൊരു സമയമാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്ന ജോലിയിലാണെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ടൊക്കെ ഒരു സമയമാണ് പറയണത്. മറ്റുള്ളവരോടൊക്കെ വളരെ ദയം ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. മറ്റുള്ളവരെയൊക്കെ സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആൾക്കാരാണ്. വളരെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെന്നാണ് പറയണത്. പക്ഷെ നിങ്ങൾ ഇപ്പൊ സ്നേഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ വളരെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ടിരിക്കേണ്ടെന്നാണ് പറയണത്. നിങ്ങൾ അത്രമാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണെന്നാണ് പറയണത്. ഇപ്പൊ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്കത് എന്താ പറയാ അവർക്ക് അതിന് അർഹതയുണ്ടോന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ അർഹതപ്പെട്ടവർക്ക് വേണം കൊടുക്കണമെങ്കിൽ കേട്ടോ. എല്ലാവർക്കും എല്ലാം കൊടുത്തിട്ട് കാര്യമില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുത്താലേ ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് അത് അതിനുള്ള പുണ്യം കിട്ടുള്ളൂ. അല്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണ്. പിന്നെ ഇത് സെലക്ട് ചെയ്ത ആൾക്കാർ, ഈ ബ്ലൂ കളർ സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ഞാൻ പറയാം, മനസ്സമാധാനം കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. ഇത്തിരി മനസ്സമാധാനം കിട്ടണേ എന്നാണ് പ്രാർത്ഥന. അത്രയും ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകാത്ത ഒരു അവസ്ഥ, വളരെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഇത്തിരി മാറി നിൽക്കുക. നിങ്ങൾ നല്ല ഈശ്വരവിശ്വാസം, സ്പിരിച്വൽ ആയിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെന്താ, ഒരു വളരെ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക്. ഇപ്പൊ ഒരു റിലേഷനിലാണെങ്കിൽ അതിൽ തേർഡ് പാർട്ടി ഉണ്ട്, ചോയ്സസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് തിരഞ്ഞെടുക്കണം, അതിലെന്താണ് തീരുമാനം എടുക്കേണ്ടത്, ആ തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾ ഒരേ സമയം തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ജോലിയിലായാലും ശരി, റിലേഷൻഷിപ്പിലായാലും ശരി, ഏത് കാര്യത്തിലായാലും ശരി, ഒന്നിൽ കൂടുതൽ പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങൾക്ക് ഇനി വരുന്നുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആശയക്കുഴപ്പങ്ങൾ, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് പറയുന്നത്. ഓപ്ഷൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് സമ്മർദ്ദം വരാം, ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെന്താ ആശങ്കകൾ, മനസ്സിന് ഒരുപാട് സമ്മർദ്ദം വരാം, വളരെ ദുഃഖത്തിലാണെന്നാണ് പറയുന്നത്, വളരെയധികം വിഷാദം, പിന്നെന്താ വളരെയധികം ഉത്തരവാദിത്വങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ നിങ്ങൾ പരിശ്രമിച്ച് അതിനെല്ലാം പരിഹാരം ഉണ്ട് കേട്ടോ. ജോലിയിലായാലും ഇപ്പൊ ഒരുപാട് ജോലി ഭാരം കൂടാ, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്.
പിന്നെന്താ നിങ്ങൾ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ആളാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവര് വേർപിരിഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ എന്താ ഒരു റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ആ റിലേഷൻഷിപ്പിലൊന്ന് മാറി നിൽക്കുക. ഒറ്റയ്ക്കുള്ള ആൾക്കാരാണെന്നാണ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വേർപിരിഞ്ഞ് നിൽക്കുന്നവർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ളവരാണെങ്കിൽ അതിൽ മാറി നിൽക്കുന്നവര്. അപ്പൊ ഒറ്റപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇത് കാണുന്നതെന്നാണ് ഈ ബ്ലൂ കളറ് സെലക്ട് ചെയ്തവർക്ക് പറയുന്നത്. നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നും അവരിത്തിരി ഗൗരവക്കാരാണ്, അല്ലെങ്കിൽ അവര് വളരെ പ്രശ്നക്കാരാണെന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നും. നിങ്ങൾ വളരെ സ്ട്രോങ് തന്നെയാണ്. നിങ്ങളുടെ കഴിവിൽ വളരെയധികം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെ മെച്യൂരിറ്റി ഉള്ള ആൾക്കാരാണ്. മറ്റുള്ളവരായിട്ട് അവരൊന്നും നിങ്ങൾ നോക്കില്ല. നിങ്ങളുടെ കാര്യം നിങ്ങൾ നല്ലതിൽ നോക്കും. അപ്പൊ മറ്റുള്ളവരൊന്നും ഒരു ഭയങ്കര എന്താ പറയാ, ഒരു ഗൗരവമുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള വ്യക്തികളാണ് നമുക്ക് തോന്നും. അതാണ് ഈ ബ്ലൂ കാർഡ്. അത് കുറച്ച് പേർക്കേ കുറച്ച് പ്രയാസമുള്ളൂ. അപ്പൊ ഈ ബ്ലൂ കാർഡ് സെലക്ട് ചെയ്തവർക്കാണ് ഇത് പ്രയാസം. ഗ്രീൻ സെലക്ട് ചെയ്തവർക്ക് വളരെ നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞ് എൻ്റെ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു ഫീസ് ഉണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്തും കൂടി തരണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി തരാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും പരിഹാരം ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.